ഗസക്കാർ പെരുന്നാൾ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. നാളെയാണ് ഇവിടെ പെരുന്നാൾ. എന്നാൽ വിപണിയിൽ കഴിഞ്ഞ വർഷത്തെ പോലെ വലിയ തിരക്കില്ല. ബലിദാനത്തിനുള്ള മൃഗങ്ങൾ വാങ്ങാൻ ഇപ്പോൾ അധിക പേർക്കും പണമില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ തുച്ഛമായ വിലക്കാണ് മൃഗങ്ങളെ വിൽക്കുന്നത്. പക്ഷേ വാങ്ങാൻ കുറച്ചുപേരെ എത്തുന്നുള്ളൂ. ഗസയിൽ വൈദ്യുതി സംവിധാനം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതിനാൽ മാംസമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ ശീതീകരിച്ച് സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇവർക്കില്ല. ഗസയിലുണ്ടായിരുന്ന അനേകം കന്നുകാലികൾ ഇസ്രായേൽ ആക്രമണത്തിൽ നശിച്ചതിനാൽ 8000 മൃഗങ്ങളെയാണ് ഗസയിലേക്ക് പെരുന്നാളിനായി ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. والناس زي ما تقول نفسيتها تعبانه من الحرب اللي صار فيها يعني الناس لليوم بدي اقول لك يعني في ناس نايمه في الشوارع ما فيش يعني وين بده يضحي وين بده يحطها. കൃഷിയും കച്ചവടവും കമ്പനികളും എല്ലാം കഴിഞ്ഞ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞു. അതിനാൽ പലരും ജോലിയില്ലാത്ത അവസ്ഥയിലാണ്. 50,000 പേരാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി ശമ്പളം കിട്ടാതെ ജീവിക്കുന്നത്. ഏതായാലും ഉള്ളതുകൊണ്ട് പെരുന്നാൾ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ഗസക്കാർ. ന്യൂസ് ഡെസ്ക് മീഡിയ 1.